തൃശൂരിലെ കള്ളവോട്ട് ആരോപണത്തിൽ വിവാദം കനക്കുന്നു. വോട്ടർ പട്ടിക ക്രമക്കേടിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവന്നു. വോട്ടേഴ്സ് ലിസ്റ്റിൽ കോൺഗ്രസ് വിശദമായ പരിശോധന ആരംഭിച്ചു. പ്രതിഷേധം കടുപ്പിക്കാനാണ് CPIയുടെ തീരുമാനം. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അതേസമയം വിവാദങ്ങളിൽ സുരേഷ് ഗോപി മൗനം തുടരുകയാണ്. അർജുൻ മട്ടന്നൂർ നൽകും വിശദാംശങ്ങൾ. അർജുൻ, വിവാദം ഇങ്ങനെ കത്തുമ്പോഴും സുരേഷ് ഗോപിയുടെ മൗനം ഒരു പുറത്തുണ്ട്, മറ്റൊന്ന് CPI VS സുനിൽകുമാറൊക്കെ ആരോപണങ്ങൾ ശക്തമായി തന്നെ ദിവസങ്ങളോളം ഉയർത്തുകയാണ്. തെളിവുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിട്ടുണ്ടെന്നടക്കം അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രതികരിക്കുകയുണ്ടായി. ഇന്നിപ്പോൾ ബിനോയ് വിശ്വത്തിന്റെ വാർത്താ സമ്മേളനം നമ്മൾ ഉറ്റുനോക്കുകയാണ്. റോഷ്നി, അങ്ങനെ തന്നെയാണ്. തൃശ്ശൂരിൽ പൂങ്കുന്നം, അയ്യന്തോൾ തുടങ്ങിയ മേഖലകളിലെ ഇത്തരത്തിൽ വ്യാജ വോട്ടുകൾ, അനധികൃതമായി ചേർത്ത വോട്ടുകൾ, ഇവയൊക്കെ തന്നെ സൂക്ഷ്മമായി പരിശോധിക്കുകയാണ് UDFും അതോടൊപ്പം തന്നെ LDFും. ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ കോൺഗ്രസ് വിശദമായി തന്നെ ഈ പ്രാദേശിക നേതാക്കളെ വിളിച്ചു വരുത്തി വോട്ടർ പട്ടികയിലെ ഓരോ വോട്ടും പ്രത്യേകം പരിശോധിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഇതിൽ ആരൊക്കെ വോട്ട് ചെയ്തു, ഇതിൽ ആർക്കൊക്കെ മറ്റ് മണ്ഡലങ്ങളിൽ വോട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി പരിശോധിച്ച് വരികയാണ്. ഈ ആരൊക്കെ വോട്ട് ചെയ്തു എന്നറിയാൻ കൂടുതൽ പരിശോധനകൾ വേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇത്തരത്തിൽ എത്രത്തോളം വോട്ടുകൾ ഈ മേഖലകളിൽ അനധികൃതമായി ചേർത്തിട്ടുണ്ട് എന്ന് പരിശോധിക്കുകയാണ് കോൺഗ്രസ്. ഇതിന് ശാസ്ത്രീയമായി തന്നെ ഓരോ പ്രാദേശിക നേതാക്കളെയും വിളിച്ചു വരുത്തി വോട്ടർ പട്ടിക ഉപയോഗിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ CPIയും സമാനമായ രീതിയിൽ പരിശോധനകൾ തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് CPI തിരഞ്ഞെടുപ്പ് കമ്മീഷന് വിശദമായൊരു പരാതി നൽകിയിട്ടുണ്ട്. ഇതിൽ ചില മേഖലകളിൽ ഇത്തരത്തിൽ മാസങ്ങൾക്ക് മുൻപ് തന്നെ വോട്ട് പ്രത്യേകം ചേർത്തിട്ടുണ്ട് എന്നാണ് CPIയുടെ കണ്ടെത്തൽ. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് VS സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക പരിശോധനകൾ നടന്നു വന്നിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം കൂടി ജില്ലയിലേക്ക് എത്തുകയാണ്. അദ്ദേഹവും ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് വിശദമായ ഒരു പത്രസമ്മേളനം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഇന്നലെ മണ്ഡലത്തിൽ വന്ന് തിരിച്ചുപോയ MPയും അതോടൊപ്പം തന്നെ കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികരിക്കുന്നില്ല, വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കുന്നില്ല, സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ പ്രതികരിക്കുന്നില്ല, ഏതെങ്കിലും പൊതുയോഗത്തിലും നിലപാട് വ്യക്തമാക്കുന്നില്ല. അത്തരത്തിൽ ഒരു തരത്തിലും നിലപാട് വ്യക്തമാക്കാതെ ഏതാണ്ട് മണിക്കൂറുകൾ നീണ്ട പര്യടനം പൂർത്തിയാക്കി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തിരിച്ചുപോയിരിക്കുകയാണ്. ഇനി അദ്ദേഹം ഡൽഹിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുമെന്നതും കാത്തിരുന്ന് കാണാം. ശരി, അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും തൃശൂരിലെ ഈ കള്ളവോട്ട് ആരോപണത്തിൽ CPIയുടെ തുടർ നീക്കങ്ങൾ എന്താണെന്നുള്ള കാര്യം ഒരുപക്ഷേ ബിനോയ് വിശ്വം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുമായിരിക്കും. അതെ.